ജീവിതാമൃതം മാത്രം മതി. അമ്മേ അമ്മേ കാളി മലർക്കാവിലമ്മേ, കാണാൻ കണ്ണിനു കാണാൻ നിന്റെ ഓമൽ തിരുമുഖം മാത്രം മതി. കേൾക്കാൻ കാതിനു കേൾക്കാൻ നിന്റെ നാമാർച്ചനാമൃതം മാത്രം മതി. മനമുരുകിക്കരയുമ്പോൾ അരികിൽ നീയെത്തും. തൂമന്ദഹാസത്താൽ എന്നെ തലോടും. മനമുരുകിക്കരയുമ്പോൾ അരികിൽ നീയെത്തും. തൂമന്ദഹാസത്താൽ എന്നെ തലോടും. ആരിലും കാരുണ്യദീപം തെളിക്കും. ആരിലും കാരുണ്യദീപം തെളിക്കും. ശാന്തി പ്രകാശം പരത്തും എൻ്റെ കാളി മലർക്കാവിലമ്മ. ചന്ദനമണമുള്ള സിന്ദൂരരൂപം, ചെമ്പകം തോൽക്കുന്ന സുന്ദരരൂപം. ചന്ദനമണമുള്ള സിന്ദൂരരൂപം, ചെമ്പകം തോൽക്കുന്ന സുന്ദരരൂപം. മഞ്ഞിൻ കണങ്ങളായി പെയ്യുമെന്നുള്ളിൽ, മഞ്ഞിൻ കണങ്ങളായി പെയ്യുമെന്നുള്ളിൽ. മാനസം ശ്രീകോവിലാകും എൻ്റെ മാനസം ശ്രീകോവിലാകും. അമ്മയല്ലാതിവർക്കാരുമില്ല ഭയം. തിന്മകൾ മായ്ക്കുന്നോരമ്മ തന്നാലയം. അമ്മയല്ലാതിവർക്കാരുമില്ല ഭയം. തിന്മകൾ മായ്ക്കുന്നോരമ്മ തന്നാലയം. കേഴുമെൻ കരളിലെ കഥനമകറ്റാൻ, കേഴുമെൻ കരളിലെ
കമലനയനം തുറക്കൂ എൻ്റെ കാളി മലർക്കാവിലമ്മേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യത്തെ കേശേ ദർഭോദരുച്യത്തെ മനയോ വാദരശ്ചാഃ വിശങ്കാസദേവനാ വാദസ്യാമോ ഗ്രാഹ്യന്യന്തി യദേവാസോ അവിക്ഷതാ ഉന്മദിതാ മൗലീന വാദാ ആരോഗ്യം നന്നായിട്ടും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. വേറെ ചിന്തകളോ സംസാരങ്ങളോ ഒന്നുമില്ലാതെ നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ പൂജാവിധി പ്രകാരം നന്നായി പൂജിക്കുമ്പോൾ അതിലാദ്യത്തെ ഘട്ടമാണ് ദേഹശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും വൃത്തി വേണം, ശുദ്ധി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ദേഹശുദ്ധി ചെയ്യുന്നത്. ആദ്യം എല്ലാവരും നിവർന്നിരിക്കണം, നട്ടെല്ല് നിവർത്തിരിക്കണം. മൃഗമുദ്ര രണ്ട് കൈകളിലും പിടിക്കണം. അതുപോലെ എന്നിട്ട് അതാത് ഭാഗത്തെ ശരിക്കും കീഴെ പിടിക്കുക. നേരെ നോക്കാം. എന്നിട്ട് പറയാ ഓം അഭിവാദയേ. നിങ്ങളുടെ പേര് പറഞ്ഞു, മനസ്സിൽ നിങ്ങളുടെ പേര് പറയാ. ശർമ്മ നാമോ അഹമസ്മിഭോ. എന്നിട്ട് ആ കൈ നേരെ താഴെ കൊണ്ടുവരാം. എന്നിട്ട് പിടച്ചു വെക്കുക. പിടച്ചു വെച്ചിട്ട് താഴെ തൊടാം.
മൃഗമുദ്ര വിട്ടോ, തൊട്ടാൽ മതി. താഴെ മൃഗമുദ്ര വിട്ടോ, ആ മുദ്ര വിട്ടോ, ആ മുദ്ര വിട്ടിട്ട് തൊട്ടാൽ മതി. തൊട്ട് പ്രാർത്ഥിക്കുക, തൊഴാം, ജപിക്കുക. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൈവിട്ടു. അടുത്തായിട്ട് കുറച്ച് പുഷ്പം എടുക്കണം കയ്യിൽ. നമ്മൾ ആദ്യം അമ്മയെ പൂജിക്കുമ്പോൾ, ശാന്തിക്കാരെ പൂജിക്കുമ്പോൾ നമ്മളും അമ്മയാണെന്ന് പറയാം. അതായത് ഏത് ദേവനെയാണ് പൂജിക്കുന്നത് ആ ദേവനായിട്ട് തന്നെ വേണം തിരിച്ച് പൂജിക്കാനായിട്ട്. നമുക്ക് മനുഷ്യർക്ക് അങ്ങനെ പൂജിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും ഓരോരുത്തരും ദേവി ആവുകയാണ്. നന്നായി പ്രാർത്ഥിച്ച പുഷ്പം കയ്യിലെടുക്കുക. എന്ന് ചൊല്ലാൻ ഓം വം അംബാത്മന ജലം കൽപ്പയാമി. ഓം ലം പൃഥിവാത്മന ഗന്ധം കൽപ്പയാമി. ഓം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ഓം യം വായാത്മന ധൂപം കൽപ്പയാമി. ഓം രം അഗ്ന്യാത്മന ദീപം കൽപ്പയാമി. ഓം ഠം അമൃതേ ഭവ. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നേരെ തന്നെ നമ്മുടെ ദൈവത്തെ അപാരത്തിൻ്റെ ഭാഗത്തില നമ്മുടെ സ്വന്തം ശരീരത്തിലാണ്. ഇതിനെയാണ് ആത്മപൂജ എന്ന് പറയുക. ചിരാത്മനിച്ചോളൂ. ചന്ദനത്തെയും കത്തിച്ചുകൊള്ളുക. നമുക്ക് അമ്മയ്ക്കുള്ള പൂജ ആരംഭിക്കാം. ആദ്യം നമ്മൾ അമ്മയെ വിളിച്ചു വരുത്താണല്ലോ കലശത്തിലേക്ക്. അപ്പോൾ കലശത്തിൻ്റെ താഴെയുള്ള പത്മം, അതാണ് അമ്മയുടെ പീഠം. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മൾ ആദ്യം കസാലൊക്കെ കൊടുക്കും അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് അമ്മനെ നമ്മൾ വിളിച്ചു വരുത്തി അമ്മനെ കലശത്തിലേക്ക് കുടിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചറിയുകയാണ്. അതാണ് ഇതിൻ്റെ സങ്കല്പം. അപ്പം ആദ്യം ആ പത്മമാണ് അമ്മയുടെ പീഠം എന്ന് പറയുന്നത്. ആ പത്മപ്പെട്ട് അതിൽ അക്ഷരം എന്ന് പറയും, അരിയും നേരം കൂട്ടിയത് തിരുത്തലപ്പുറത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് പീഠം. അപ്പം ആദ്യം പീഠപൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ കൈകൾ മോതിരങ്ങളും പെരുവിരലും കൂടി പിടിക്കുക.
കൂടിപ്പിടിച്ചിട്ട് ആ കലശത്തിന് മുമ്പിൽ കാണിക്കുക. ഒരു വിരലിൽ ഒരത്തേനെ മാത്രം ഇത് ജപിക്കുക. മോതിര വിരലിട്ട ചെറുവിരലല്ല, മോതിര വിരൽ വലത്തേ കൈയിന്റെ മോതിര വിരലും പെരുവിരലും കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ജപിക്കുക. ഓം വം അംഭാത്മന ജലം കൽപ്പയാമി. എന്നിട്ട് പെരുവിരലും ചെറുവിരലും കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് പറയാം ഓം ലം പ്രതിവാത്മന ഗംഗം കൽപ്പയാമി. ജപിക്കുക. ഓം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. കലശത്തിന് താഴിട്ടു ചന്ദനത്തിലിട്ടു. കലശത്തിന്റെ താഴെ പിടിക്കുക. പറയാ ഓം യം വായാത്മന ധൂപം കൽപ്പയാമി. ചന്ദനത്തിൽ മാറ്റിവെക്കുക. ദീപം എടുക്കുക. ഇലയിൽ വെച്ചു, ഇലയിൽ സൈഡിൽ വെച്ചു. ദീപം കഴിക്കാൻ പറയാം ഓം രം അജ്ഞാത്മന ദീപം കൽപ്പയാമി. ദീപം മാറ്റി വെച്ചു. കുറച്ച് പൂവ് ഇടത്തെ കയ്യിലെടുത്ത് പിടിക്കുക. എന്നിട്ട് ഞാൻ ഓരോ പീഠപൂജ മന്ത്രങ്ങൾ പറഞ്ഞു തരും. അതനുസരിച്ച് വലത്തേ കൈ കൊണ്ട് ഓരോന്നിടാം. പീഠത്തിലേക്ക് കലശത്തിന്റെ താഴേക്ക് ഇടാം. മന്ത്രം ജപിച്ചുകൊണ്ട് ഇടാം. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഖം ഗണപതയേ നമഃ. ഓം ദും ദുർഗായേ നമഃ. ഓം ക്ഷം ക്ഷേത്രപാലായ നമഃ. ഓം ആധാര ശക്തിയേ നമഃ. ഓം വിദ്യാർത്ഥിയേ നമഃ. ഓം മണിമണ്ഡപായേ നമഃ. ഓം കൽപക വൃക്ഷായേ നമഃ. ഓം പം പദ്മായേ നമഃ. ഓം ബ്രഹ്മ വിഷ്ണു ശിവാത്മകായ പ്രകാശായ നമോ നമഃ. പൂക്കളെല്ലാം ഇട്ടോ. ഇടത്തേക്കുള്ള പൂക്കളൊക്കെ ഇട്ടോ. നമ്മൾ നോക്കിയപ്പോ പീഠം കൊടുത്തു. നമ്മെ വിളിക്കണം. ആദ്യം ഒരു തുളസി ഇലയെടുക്കാം. തുളസി ഇലയെടുത്തിട്ട് ആ കലശത്തിന്റെ നാളികേരത്തിന്റെ അഗ്രഭാഗത്ത് പറയാം അഗ്രഭാഗത്ത് വെക്കണം കേട്ടോ. മന്ത്രം ജപിക്കണം. ഓം ഹ്രീം നമഃ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഃ. ഓം ഭദ്രകാളി മൂർത്തയേ നമഃ. അഗ്രഭാഗത്ത് വെച്ചോ.
എന്നിട്ട് കുറച്ച് പൂക്കൾ നേരെ എടുക്കാം. കുറച്ചധികം അത്ര വേണ്ട, കുറച്ച്. എല്ലാവരും നടു നേർത്തിരിക്കാം. നമ്മുടെ ഈ അടിവയറ്റുന്നത് അടിവയ അവിടെ വയ്ക്കണം. കൈ പൊഴുതു പിടിച്ച് കൈ അവിടെ വയ്ക്കുക. അതാണ് മൂലാധാരം. നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ ശരീരത്തിൽ ഞാൻ കൈ ഹൃദയഭാഗത്തേക്ക് വരാം. ഇങ്ങനെ പിടിക്കാം. രുദ്രസുധായ വിദ്മഹേ ശൂല ഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാൽ. നേരെ മേപ്പോട്ടേക്ക് ശിരസിന് മുകളിലേക്ക് ശിരസിന് മുകളിലേക്ക് വെക്കുക. പറയാ ഓ ഐം ക്ലീം സൗ ഹ്രീം ഭം ഭദ്രകാളി നമഃ. ഓ ഐം ക്ലീം സൗ ഹ്രീം ഭം ഭദ്രകാളി നമഃ. ഓ ഐം ക്ലീം സൗ ഹ്രീം ഭം ഭദ്രകാളി നമഃ. നേരെ ഈ കൈ നേരെ താഴോട്ടേക്ക് കേട്ടോ. നേരത്തെ പിടിച്ച അതേ സ്ഥലത്തേക്ക് വയറിന് താഴേക്ക് പിടിക്കുക. എന്നിട്ട് അമ്മയുടെ ധ്യാനം ജപിക്കുക. എല്ലാവർക്കും അറിയില്ലേ? ഒരുമിച്ച് ജപിക്കാം. ഓം കാളീം മേഘസമപ്രഭാം പ്രളയനാം വേദാളകണ്ഠസ്ഥിതം വ്യഗ്രം ഖേദഘ്നധാരധാരികശിരാ കൃത്വാ കരഗ്രേഷുജാ ഭൂതപ്രേതപിശാചിമാതൃസഹിതം മുണ്ടശ്രകാലം കൃതം വന്ദേ ദുഷ്ടമസൂരികാദിവിപദാ സംഹാരിണീ ഈശ്വരീ. പ്രാർത്ഥിച്ച് ആ കൈ നമ്മുടെ ഇടത്തെ ഭാഗത്തു കൂടെ കൊണ്ടുവരാം. മുകളിലേക്ക് കൊണ്ടുവന്ന് 3 വട്ടം മുഖം ചുറ്റാം. 3 വട്ടം മുഖം ചുറ്റാം. നേരെ താഴേക്ക് കൊണ്ടുവരാം. ഒന്നുകൂടി മുകളിലേക്ക് കൊണ്ടുവന്ന് മൂക്കിൻ്റെ അവിടെ കൊണ്ടുവരാം. മൂക്കിൻ്റെ അവിടെ. എന്നിട്ട് ഇടത്തെ മൂക്ക് അടച്ചു പിടിച്ച് വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം ആ പൂവിലേക്ക് കൊടുക്കുക. എന്നിട്ട് ആ പുഷ്പങ്ങളൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മ ഇതിൽ സാന്നിധ്യം പെട്ടുവരണേ ഭഗവതി എന്ന് പ്രാർത്ഥിച്ച് ആ കലശത്തിൻ്റെ നാളികേരത്തിൻ്റെ അഗ്രഭാഗത്ത് തന്നെ വെക്കുക. കേട്ടാ, 2 കൈ കൊണ്ടും പ്രാർത്ഥിച്ച് തന്നെ വെക്കുക. ഓം ഉത്തരീയം നമഃ. ഓം സർവാക്ഷരേഭ്യോ നമഃ. ഓം സർവാംഗേഭ്യോ നമഃ. ഓം
സർവധാരണേഭ്യോ നമഃ. ഓം സർവഭൂഷണേഭ്യോ നമഃ. ഓം സർവപരിവാരേഭ്യോ നമഃ. ഓം സർവപരിവാര ആയുധേഭ്യോ നമഃ. ഓം ശേഷികായേ നമഃ. അമ്മയുടെ പാദം സങ്കല്പിച്ച് ആകാശത്തിന്റെ താഴെ തൊണ്ട തൊട്ട് നമസ്കരിച്ച അവിടെ എഴുതി വെച്ചിട്ടില്ല. ത്രിപുരം ആ ത്രിപുരം എടുത്ത് ആകാശത്തിന്റെ മുൻഭാഗത്ത് വയ്ക്കണ്ട. കുറച്ച് പുഷ്പത്ത് വിവേകത്തെ ഒരു വട്ടം ഒഴിഞ്ഞിട്ട് ഓ ഐ ക്ലീ സൗ ഹ്രീ ഭം ഭദ്രകാളി നമ രണ്ട് കൈയിൽ പിടിച്ചുകൊണ്ടുപോകുക. രണ്ട് കൈയിൽ പിടിച്ച് ഒഴിഞ്ഞിട്ട് ആ കലശത്തിലേക്ക് ഇട്ടോളൂ. കുറച്ച് പുഷ്പം എടുക്കുക. കുറച്ചെടുത്താൽ മതിയില്ല. എപ്പോഴും പുഷ്പം എടുക്കുമ്പോൾ നമ്മൾ ആ നേരത്തെ പിടിച്ചില്ലേ, ചെവിളിൽ പിടിച്ചില്ലേ, അമൃത മുദ്ര, അങ്ങനെ വേണം പുഷ്പം എടുക്കാനായിട്ട്. ഇങ്ങനെ പിടിച്ചോളൂ. പുഷ്പം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചോളൂ. എന്നിട്ട് കലശത്തിൽ കാണിക്കുക. ചൊല്ല ഓം രസനായി നമഃ. നിവേദ്യത്തിലിട്ടോളൂ. നിവേദ്യത്തിലിട്ടോളൂ. കുറച്ചുകൂടി പുഷ്പമെടുക്കുക. രണ്ട് കൈയിൽ പിടിച്ചോളൂ. നിവേദ്യത്തിൽ 3 വട്ടം ഒഴിയുക. പ്രാർത്ഥിക്കുക. ധരിക്കുക. ഓം നിവേദ്യാമി ഭവനേ ജോഷാണേകം ഹവനദേവി. കലശത്തിലേക്ക് പോകുക. എന്നിട്ട് എല്ലാവരും വലത്തേ കൈയിൻ്റെ പെരുവിരല്, മോതിരവിരല്, ചെറുവിരല് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം. നമ്മൾ കേട്ടാ ആദ്യത്തെ 5 വട്ടം നമ്മൾ നേരിട്ട് സമർപ്പിക്കും അമ്മയ്ക്ക്. ആദ്യത്തെ മുദ്രയാണിത്. അപ്പോൾ നമ്മളാദ്യം നേദ്യം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാന്ന് വെച്ചാൽ സങ്കല്പിക്കുക. ഇങ്ങനെ കൈ മുകളിൽ വയ്ക്കുക. വേഗം സങ്കല്പിക്കുക. വേഗം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് ആ കലശത്തിന് നേരെ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പിടിക്കുക. ചെറുവിരലും മൂന്നിരവിരലും പെരുവിരലും പിടിച്ചിട്ട് പറയാ ഓം പ്രാണായ
സ്വാഹ. കയ്യെടുത്തോ. ഒന്നും കൂടി നീട്ടിട്ട് 3 വട്ടം കൂടിയ രണ്ടാമത്തെ വട്ടം നേരെ കൊടുക്കും. എന്നിട്ട് കലശത്തിൽ വെച്ചിട്ട് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും കൂടി പിടിക്കുക. ചൂണ്ടുവിരലും നടുവിരലും കൊടുത്തിട്ട് പറയാം ഓം അപാനായ സ്വാഹ. ഒന്നുകൂടി എടുക്കുക. നമ്മുടെ നടുവിരലും മോതിരവിരലും പെരുവിരലും കൂടി പിടിക്കുക. ഗണ്ഡൂഷണം ഓ അപൂർവം നിവേദ്യയാമി. ഓ പാഠ്യമിതം അർഘ്യമിതം ആചമനീയമിതം. പുഷ്പമായിട്ടോളൂ. അപ്പോൾ നമ്മൾ അമ്മയെ വായിച്ചു വരുത്തി നിവേദ്യം കൊടുത്തു. നമ്മൾ കുറച്ചേരം അമ്മയെ സ്തുതിക്കണം കേട്ടാ. അപ്പൊ കുറച്ച് പുഷ്പം ഇടത്തെ കയ്യിൽ പിടിച്ചോളൂ. എന്നിട്ട് അമ്മയുടെ ഇഷ്ടമന്ത്രങ്ങളോട് അമ്മയെ സ്തുതിക്കണം. നീരാഞ്ജനം കിട്ടാത്തവര് ആ തളിക കിട്ടാത്തവര് വേഗം വേഗം അത് എത്തിച്ചു കൊടുക്കണം. ഉച്ചപൂജ കഴിഞ്ഞിരിക്കുകയാണ്. ആ ആനന്ദ ലഹരിയിൽ അമ്മ പുളകിതയായി ഭക്തന്മാരിലേക്ക് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ലയിച്ചാടി വരുന്ന ഒരു പ്രത്യേക അനർഘ നിമിഷത്തോടു കൂടിയാണ് ഈ പൂജ അവസാനിക്കുക. നമ്മളൊക്കെ ഭഗവാൻ ഗണേശ്വരനിൽ തുടങ്ങണമല്ലോ. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും ഞാനൊരു ക്ഷേത്രപാലകൻ എന്നുള്ള നിലയ്ക്ക് ഞാനും അത് ഗണേശ്വരനിൽ നിന്ന് തുടങ്ങുകയാണ്. എല്ലാവരും ഇരിക്കുക. എല്ലാവരും അതാത് സ്ഥലത്ത് ഇരിക്കേണ്ടതാണ്. എൻ്റെ ഒരു വലിയ ആത്മപൂജയാണ് ഞാൻ ഇവിടെ ചെയ്തത്. എല്ലാവരും നല്ല രീതിയിൽ ഞാനിപ്പോ ഈ ശാന്തി പൂജ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരുടെയും രീതിയിൽ പോയി നോക്കിയപ്പോൾ അത് കൂട്ടുപരിയിലിരിക്കുന്ന കുറെ ഭക്തകള് അവർ ചെയ്യുന്നതാകുന്ന ശാന്തി പറയുന്ന ആ മന്ത്രത്തെയോ ആ വചനത്തെയോ അവർ ശ്രദ്ധിക്കുന്നില്ല. എന്തോ ചെയ്യുന്നു. അതാണ് ഞാൻ കണ്ടത്. അതായത് ഇത് ഇങ്ങനെയൊരു പൂജ നിങ്ങൾ ഒരു ക്ഷേത്രത്തിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും നല്ല രീതിയിലാണ് നിങ്ങൾ ദേവിയെ പൂജിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായിട്ടുള്ള പൂജയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ശാന്തി അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ പൂജിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി അമ്മ നിങ്ങളുടെ അരികിൽ നിങ്ങൾ ആ പീഠം പൂജിച്ചു. പീഠത്തിലേക്ക് അമ്മയെ എത്തി, അമ്മയെ പൂജിച്ചു. അമ്മയുടെ നെറുകയിൽ നിങ്ങൾ ചന്ദനം തൊട്ടു, കുങ്കുമം ചാർത്തി, അങ്ങനെ നേദ്യം കൊടുത്തു. മന്ത്രോച്ചാരണങ്ങളിലൂടെ അമ്മയെ നിങ്ങൾ പുകഴ്ത്തി, അമ്മയെ പ്രസന്നവതിയാക്കി നിങ്ങളുടെ മുന്നിൽ തിരിക്കുകയാണ്. അപ്പൊ ആ ഐശ്വര്യം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ ശ്രീകോവിലിലെ ഉച്ചപൂജയായി. അപ്പോ നമ്മുടെ മക്കൾക്ക് വിശ്രമം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ദാഹജലം തരാൻ തുടങ്ങും അമ്മ. അമ്മയുടെ അരുപ്പാടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ. എൻ്റെ മക്കൾ തളരാൻ പാടില്ല, എൻ്റെ മക്കൾക്ക് ദാഹജലം കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. എല്ലാവരും കണ്ണടച്ചിരിക്കുക കേട്ടോ. ഒരു ഓംകാരധ്വനിയോട് കൂടി നമ്മൾക്ക് തൊഴുത് കണ്ണടച്ചിരിക്കുക.
വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. ദണ്ഡങ്ങളൊന്നും അടുക്കാതെ കാക്കണേ ദേവദേവ ഭഗവാനേ. വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. വ്യാസമഹർഷിക്കു കാവ്യരചനയിൽ നീ കൂടെയുണ്ടായിരുന്നോ? വ്യാസമഹർഷിക്കു കാവ്യരചനയിൽ നീ കൂടെയുണ്ടായിരുന്നോ? എന്റെ ഈ ജീവിത കാവ്യം രചിക്കുവാൻ നിൻ തുണയില്ലാതെ വയ്യ. എന്റെ ഈ ജീവിത കാവ്യം രചിക്കുവാൻ നിൻ തുണയില്ലാതെ വയ്യ. നിൻ തുണയില്ലാതെ വയ്യ. വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. ഉണ്ണിക്കുടവയറുന്നു ഗുരുത്തിയെന്നും മറച്ചൊന്നു വരാമോ? ഉണ്ണിക്കുടവയറുന്നു ഗുരുത്തിയെന്നും മറച്ചൊന്നു വരാമോ? ഉണ്ടില്ല ഞാനെങ്കിലും നിനക്കായൊരു നാട്ടിലായിട്ടു വിളമ്പ. ഉണ്ടില്ല ഞാനെങ്കിലും നിനക്കായൊരു നാട്ടിലായിട്ടു വിളമ്പ. നാട്ടിലായിട്ടു വിളമ്പ. വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. ദണ്ഡങ്ങളൊന്നും അടുക്കാതെ കാക്കണേ ദേവദേവ ഭഗവാനേ. ദണ്ഡങ്ങളൊന്നും അടുക്കാതെ കാക്കണേ ദേവദേവ ഭഗവാനേ. ദേവദേവ ഭഗവാനേ. വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനേ. എല്ലാവരും നമ്മൾ തീർത്ഥം മേടിക്കുന്നത് തീർത്ഥം മേടിക്കുന്ന പോലെ കൈവശിട്ട് കൈയിനെ നിവർത്തി ഈ എഴുന്നിച്ച് തുടങ്ങി കാലിന് മുട്ടിൽ ഇങ്ങനെ വെച്ച് നിവർന്നിരിക്കുക, കണ്ണടച്ചിരിക്കുക. ഭഗവാന്റെ ശ്ലോകം എല്ലാവരും ഉള്ളിലേക്ക് ആത്മീയമാകുന്ന സൗഖ്യമുണ്ടാകട്ടെ. കണ്ണടച്ചിരിക്കുക. ശ്രീ ഗണാധിപനാഥ ജയ ജയ ആശ്രയം മമനീയേ ഗജാനന പാർത്തു പരകാരി തൊഴുന്ന ഗണനാഥ.
നമ്മളെല്ലാവരും ഭഗവാൻ ശിവന്റെ സൃഷ്ടിസ്ഥിതി സംഹാര സൃഷ്ടിയുടെ പ്രപഞ്ചത്തിലെ സർവശക്തിയാകുന്ന ഭഗവാൻ ശിവനില്ലാതെ പൂജകളില്ല, ഭഗവാനില്ലാതെ സർവമില്ല, സർവം ഭഗവാനാണ്. നമ്മളെല്ലാവരും കുറച്ച് പുഷ്പം കയ്യിലെടുത്ത്, രണ്ടും കയ്യിൽ കുറച്ച് പുഷ്പം കയ്യിലെടുത്ത് ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗ പ്രണാധാരം പ്രണതോസ്മി സദാശിവം. ഓം മഹാദേവായ നമോ നമഃ. ഓം കൈലാസനാഥായ നമോ നമഃ. ഓം പാർവതീനാഥായ നമോ നമഃ. ഓം സർവേശ്വരായ നമോ നമഃ. ഓം നമഃ ശിവായ. 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 ഗംഗാധരാധിപുരേശ. ഓം നമഃ ശിവായ. ഗംഗാധരാധിപുരേശ. ഓം നമഃ ശിവായ. ഗംഗാധരാധിപുരേശ. ഓം നമഃ ശിവായ. ഗംഗാധരാധിപുരേശ. ഓം നമഃ ശിവായ. ഗണാധര മഹേശ്വര. ഓം നമഃ ശിവായ. ഗണാധര മഹേശ്വര. ഓം നമഃ ശിവായ. ഗണാധര കലാധര. ഓം നമഃ ശിവായ. ഗണാധര കലാധര. ഓം നമഃ ശിവായ. വ്യാസവാസനഗര പ്രിയ. 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 ഓം നമഃ ശിവായ. ഈശ്വര മഹേശ്വര. ഓം നമഃ ശിവായ.
മനസ്സിലിങ്ങനെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം ചൊല്ലുന്നത് പോലെ എല്ലാവരും കൈ തൊഴുത് കണ്ണടച്ചിരുന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിച്ചോളൂ. എല്ലാവരും ഭഗവാനെ നമ്മൾ വിളിച്ചു. നമ്മളിൽ ഒരു അർച്ചന ഭദ്രകാളികയായിട്ട് സമർപ്പിക്കണം, ഇല്ലേ? ഇപ്പം ഞങ്ങൾ ഒരു കുറച്ച് അഷ്ടോത്തരത്തിൻ്റെ ചെറിയ ഭാഗം ജപിച്ച് നമുക്ക് പുഷ്പമർപ്പിക്കണം കേട്ടോ. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗത്തിൽ അഷ്ടോത്തര പദത്തിൽ സ്വല്പം ഓം ശ്മശാനകാളികായേ നമഃ. ഓം കാളീ നമഃ. ഓം ഭദ്രകാളീ നമഃ. ഓം കപാലിന്യേ നമഃ. ഓം ഗുഹ്യകാളീ നമഃ. ഓം മഹാകാളീ നമഃ. ഓം ഗുരുകുല്യായേ നമഃ. ഓം അവിരോധിന്യേ നമഃ. ഓം കാളികായേ നമഃ. ഓം കാളരാത്രേ നമഃ. ഓം മഹാകാളീശംഭ്രന്യേ നമഃ. ഓം കാലഭൈരവഭാര്യായേ നമഃ. ഓം പുരവർമ്മപ്രകാശിന്യേ നമഃ. ഓം കാമദായേ നമഃ. ഓം കാമിന്യേ നമഃ. ഓം കസ്തൂരിദശനീലാംഗിന്യേ നമഃ. ഓം കുഞ്ജരേശ്വരകാമിന്യേ നമഃ. ഓം കകാരവർണ്ണസർവാംഗിന്യേ നമഃ. ഓം കാമിന്യേ നമഃ. ഓം കാമസുന്ദരേ നമഃ. ഓം കാമാതായേ നമഃ. ഓം കാമരൂപായേ നമഃ. ഓം കാമധേനവേ നമഃ. ഓം കലാവന്തേ നമഃ. ഓം കാന്തായേ നമഃ. ഓം കാമസ്വരൂപായേ നമഃ. ഓം കാമാധ്യായേ നമഃ. ഓം കുലപാലിന്യേ നമഃ. ഓം ദീപ്തായേ നമഃ. ഓം വിപ്രചിത്തായേ നമഃ. ഓം മഹാകലായേ നമഃ. ഓം നീരായേ നമഃ. ഓം മാത്രായേ നമഃ. ഭഗവതിയുടെ സമ്പൂർണ്ണ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ സർവൈശ്വര്യ പൂജ ഭഗവതിയിലൂടെ സർവാനുഗ്രഹങ്ങൾക്കും അതേപോലെ തന്നെ നമ്മൾ ഓരോ ജപങ്ങളും കണ്ണടച്ചിരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ മനസ്സ് നിറഞ്ഞ് ഭഗവതി ചൈതന്യം ഇങ്ങനെ തുളുമ്പി വരണം. അവിടെയാണ് ആ പൂജയുടെ പരിപൂർണത ഉണ്ടാകുന്നത്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് ലയിച്ചു വരുമ്പോൾ അവിടുത്തെ ഒരു ഹൃദയം കോവിലായി മാറി ആ കോവിലിൽ ഭഗവതി പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴാണ്
നമ്മുടെ ദുഃഖദുരിതങ്ങളിൽ സദാസമയം നമ്മുടെ കൂടെ നമ്മുടെ അമ്മ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ അമ്മ ആടാനും പാടാനും ഇഷ്ടപ്പെടുന്നവളാണ്. ഒപ്പം തേടാനും പോകാനും താല്പര്യമുള്ള അമ്മയാണ് നമ്മുടെ അമ്മ. സർവ്വതും അമ്മയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ദുഃഖദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷമുണ്ട്. ഓരോ ദിനങ്ങളും നമ്മൾക്കിന്ന് ഭയാനകമാണ്. നാളെ എന്ത്, അടുത്ത നിമിഷമെന്ത്, അടുത്ത നാഴികയെന്ത് എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കാലങ്ങളുടെ പോക്കുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൈവത്തെ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നിങ്ങൾ ഒരു ഭഗവതിയെ ശാന്തി കർമ്മങ്ങളാൽ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരു തിരുമധുരം നീതിച്ചുവെങ്കിൽ എത്രയോ ഹോമകർമ്മങ്ങൾക്ക് അപ്പുറമാണ് ആ കർമ്മമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്വല്പസമയം കൂടി ഒരു ജപത്തോടു കൂടി നമ്മുടെ ഈ പൂജ അവസാനിക്കുകയാണ്. ഈ പൂജയുടെ അവസാനം നമ്മൾ ജപം കഴിഞ്ഞതോടുകൂടി ഒരു നാമം വരും. ആ നാമത്തിൽ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കൈ ഇങ്ങനെ കൊട്ടി നമ്മളൊന്ന് ആടി വരഞ്ഞ് അമ്മയും നമ്മുടെ കൂടെ ആടി വിളഞ്ഞ് ഈ പൂജ ഇവിടെ അവസാനിക്കും. എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ ആ ജപത്തിലേക്ക് അടുക്കുകയാണ്. ഓം ക്രീം കാളികായ നമഃ എന്നാണ് ഈ ജപം വരിക. അത് സംഗീതം അറിയണം. ഞാനത് വരുന്നത് ലയിച്ച് നിങ്ങൾ പാടണം. ലയിച്ച് പറഞ്ഞതോടുകൂടിയാണ് നിങ്ങളുടെ നാമം ഞാൻ ഉയർന്നു തരിക. അതിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്, അമ്മയും ആനന്ദിക്കുന്നത്. അതോടുകൂടിയാണ് പൂജ അവസാനിക്കുന്നു. നീരാഞ്ജനോടുകൂടി ഈ പൂജ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അമ്മയുടെ സന്തോഷവും ഉണ്ടാകട്ടെ. എല്ലാവരും ഒരു ജപത്തിന് ഓം ക്രീം കാളികായേ നമോ നമഃ എന്ന് ഞാൻ പറഞ്ഞു കൂടുമ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിന് ശേഷം ഓരോ പുഷ്പങ്ങൾ അമ്മയുടെ നിങ്ങളുടെ ആശത്തിന് മുന്നിലേക്ക് കേട്ടോ. ഓം ക്രീം കാളികായേ നമോ നമഃ. ഓം ക്രീം കാളികായേ നമോ നമഃ. ഓം ക്രീം കാളികായേ നമോ നമഃ. ഓം ക്രീം കാളികായേ നമോ നമഃ.
കാളികായേ നമോ
ശരിയായിട്ട് നമ്മളെ ശാന്തി നിങ്ങൾക്കൊണ്ട് പൂജിപ്പിച്ച് കഴിഞ്ഞു അല്ലേ? നെയ്യിൽ കൊടുത്തു, പീഠ പൂജ ചെയ്തു, ഭഗവതിയെ നിങ്ങളുടെ കലശത്തിലേക്ക് നമ്മുടെ ശാന്തിയുടെ കർമ്മത്താൽ കൊണ്ടുവന്നു. പിന്നെ അഷ്ടോത്തരമാണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള അഷ്ടോത്തരം ഞാൻ നിങ്ങളെ കൊണ്ട് ജനിപ്പിച്ചു. ഇതിൽ കൂടുതൽ നമുക്ക് ഒരു ദൈവത്തിനും കൊടുക്കാനില്ല. പിന്നീടുള്ളത് പ്രത്യേകത മാത്രമാണ്. പ്രത്യേകത മാത്രം ഇപ്പം നമ്മൾ ജപിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ അമ്മ സർവകൃഷ്ണവരദായനിയായിക്കൊണ്ട് നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ആ പ്രത്യേക ഭാവത്തിൽ അമ്മയെ കൊണ്ടുവന്ന്, കാരണം അമ്മ ഏത് സമയത്തും ഭാവങ്ങൾ മാറി പരിപാലിക്കുന്ന അമ്മയാണ് നമ്മുടെ അമ്മ. പക്ഷെ അതിന് പൂജകൾ വേറെ പോയി ചെയ്തിട്ട് വേണം പ്രത്യേകം ജപിക്കുവാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ജപിക്കേണ്ട കാര്യത്തിൽ അഷ്ടോത്തരം ജപിച്ച് നമ്മൾ അമ്മയെ പൂജിച്ചു കഴിഞ്ഞു. യഥാർത്ഥമാകുന്ന പീഠപൂജയും ഭഗവതിക്ക് വേണ്ടുന്നതാകുന്ന നേദ്യവും എല്ലാം കൊടുത്ത്, നേദ്യങ്ങളിൽ ഏറ്റവും വലിയ നേദ്യം ത്രിമധുരമാണ്. ഏറ്റവും വലിയ നേദ്യം. പടച്ചോറും ത്രിമധുരമാണ്. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പടച്ചോറ് വാങ്ങി കഴിച്ചു നോക്കുക. ഏറ്റവും നല്ല സർവൈശ്വര്യങ്ങൾ ഭഗവതിയുടെ ഏറ്റവും കരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യമാണത് ആ പടച്ചോറ്. ആ പടച്ചോറ് അമ്മ അത്രയ്ക്കും ഇഷ്ടത്തോടു കൂടി ഭുജിച്ചു കഴിയുമ്പോൾ അത് അമ്മയുടെ പ്രസാദമായിട്ട് നമ്മൾ തിരിച്ചു കിട്ടുമ്പോൾ, അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഔഷധമായിക്കൊണ്ട് നമ്മളത് നമ്മുടെ ശരീരത്തിൽ ലയിച്ചു തരികയാണ് ചെയ്യുന്നത്. സകലവിധ ശാരീരിക അസ്വസ്ഥതയ്ക്കും അത് ഉപകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഔഷധമാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ദേവ്യമാണില്ല. അതുകൊണ്ടാണ്. അപ്പൊ ആ പടച്ചോറിന് മധുരമില്ലെങ്കിലും ഗുണം കൂടുതലാണ്. ഈ പൂജ കഴിഞ്ഞ് 90 നാളാകുമ്പോഴേക്കും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളെന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും അറിയിക്കണം. മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനാണ് ഞാൻ അമ്മയെ പ്രീതിപ്പെടുത്തുക. അമ്മയെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളാൽ പ്രീതിപ്പെടുത്തുക, ഭക്തന്മാരാൽ പ്രീതിപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത്. ആ പ്രീതി നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് അറുതിയായി വന്ന് ഭാവിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ശാരീരികമായും മാനസികമായും കർമ്മസമ്മതമായും നിലകൊള്ളുന്ന സർവ്വദോഷങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് കർമ്മഫലങ്ങൾ വന്നുകൊണ്ട് കർമ്മനിരതരായിക്കൊണ്ട് നിങ്ങളുടെ സകലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ശാന്തിയും സമാധാനവും, അങ്ങനെ പറയണം, ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവിടെ കുറെ പണം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭഗവതിയിലെടുത്ത് നിങ്ങൾ വരരുത്. പണം തരും, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള സംബന്ധിക്കും അമ്മ. കാരണം അമ്മ എന്ന് പറയുന്നതാണ് എന്തു പറയും ഞാൻ ഇന്നെന്റെ ദേവിയോടെന്തു പറയും ഞാൻ. ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും എൻ പരിതാപങ്ങൾ ഒക്കെയും തീർന്നോളും. എന്തു ചോദിക്കും ഞാൻ ഇന്നെന്റെ ദേവിയോടെന്തു ചോദിക്കും ഞാൻ. ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും എന്റെ അഭിഷ്ടങ്ങൾ ഒക്കെ നടന്നോളും. ഒന്നും ചോദിക്കാതെ നമ്മൾക്ക് തരുന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നും ചോദിക്കാതെ തരണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ധനമാണ് വേണ്ടതെങ്കിൽ ധനം വേണ്ടുവോളം ധനമല്ല, ആവശ്യത്തിനുള്ള ധനം. വേണ്ടുവോളം ധനം ആവശ്യപ്പെടരുത്. അപ്പൊ അങ്ങനെയുള്ള മാനസിക ജീവിത ഭാരങ്ങൾക്കൊക്കെ ഭഗവതിയിൽ നിന്നുകൊണ്ട് മോക്ഷം നേടുവാൻ ഭഗവതിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ കാളിമരക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തന്മാരിൽ ഇനിയും കണ്ടമാനം ഭക്തന്മാർക്ക് വളരെയധികം കാര്യങ്ങൾ സാധിക്കുവാനുണ്ട്. അമ്മയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അത് നിങ്ങൾ സാധ്യമാക്കി തരിക എന്നുള്ള ദൗത്യം മാത്രമാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്നത്.
ആ പ്രീതിപ്പെടുത്തുക എന്നുള്ള ദൗത്യത്തിൽ ഒരു ഭാഗമാണ് ഈ നടന്നത്. ശാന്തികർമ്മം വേണ്ടുന്ന വിധം ചെയ്തു. അതിനൊപ്പം ചെറിയ രീതിയിൽ ഞാനൊരു ചെറിയ കാര്യം ചെയ്തു എന്ന് മാത്രമാണ്. പക്ഷെ അവിടെ ഭഗവതി പ്രസന്നയാണ്. ഭഗവതി പ്രസന്നയാണെന്ന് പറയാൻ കാരണം നിങ്ങൾ ഇരിക്കുന്ന വിളക്കുകൾ നോക്കുക, അതിലെ ജ്വാലകൾ നോക്കുക, ഓരോ വിളക്കുകളും അതിന് ജ്വാലകൾ നോക്കുക. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എണ്ണ തീർന്നിട്ട് പോലും തിരി ജ്വാല കുറയാതെ കത്തുന്നുണ്ടായിരുന്നു. അതാണ് അമ്മ. അമ്മ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങൾ ചെയ്ത പൂജയിലുള്ള തൃപ്തി. ഞാനിങ്ങനെ വരുമ്പോൾ, നേരത്തെ അങ്ങനെ വരുമ്പോൾ ചേച്ചി പറഞ്ഞു, ചേട്ടാ എണ്ണ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ദീപം കത്തിയിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യും, നിങ്ങൾ അമ്മയുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പൂജയുടെ ആ പ്രസന്നതയാണ് അതെല്ലാം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാകട്ടെ. ഏതൊരു മനസ്സിലും ആശ്രയമാകും ഭദ്രകാളിയമ്മേ, തോഴുന്നേ 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 ഞാൻ അമ്മേ കനിവിനക്ക് പാദം. അമ്മേ പ്രണാമം, അമ്മേ പ്രണാമം, ദേവി പ്രണാമം. ഏതൊരു മനസ്സിലും ആശ്രയമാകും ഭദ്രകാളിയമ്മേ, തോഴുന്നേ 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 അമ്മേ കനിവിനക്ക് പാദം. അമ്മേ പ്രണാമം, അമ്മേ പ്രണാമം, ദേവി പ്രണാമം. സർവ്വതനുഗച്ഛാതനീയാമേ, ആടുവാരണയും ഞങ്ങൾ അമ്മേ കാണാതെ പോകുവതില്ല. അമ്മേ പ്രണാമം, അമ്മേ പ്രണാമം, ദേവി പ്രണാമം. ഏതൊരു മനസ്സിലും ആശ്രയമാകും ഭദ്രകാളിയമ്മേ, തോഴുന്നേ 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 ഞാൻ അമ്മേ കനിവിനക്ക് പാദം. അമ്മേ പ്രണാമം, അമ്മേ പ്രണാമം, ദേവി പ്രണാമം. കരടി കരത്താൽ കണ്ണുകൾ നിറയുമ്പോൾ കണ്ണീരു തുടയ്ക്കുന്നൊരമ്മ, കനിവോടെ കണ്ണുനീരുണരുന്നൊരമ്മ. കരടിലെ കരത്താൽ കണ്ണുകൾ നിറയുമ്പോൾ കണ്ണീരു തുടയ്ക്കുന്നൊരമ്മ, കനിവോടെ കണ്ണുനീരുണരുന്നൊരമ്മ. കരയും കുഞ്ഞിരു കാവൽ നിൽക്കും കരുണാമയമ്മേ. അമ്മേ പ്രണാമം,
അമ്മേ പ്രണാമം അമ്മേ പ്രണാമം ദേവി പ്രണാമം അമ്മേ പ്രണാമം അമ്മേ പ്രണാമം ദേവി പ്രണാമം. പറഞ്ഞോട് പൂജ അവസാനിപ്പിക്കുകയാണ്. അവരോട് നമസ്കാരം പറഞ്ഞിട്ടാണ് പൂജ അവസാനിപ്പിക്കുന്നത്. പറഞ്ഞോളൂ. ഓം കണ്ഠേ കാളി മഹാകാളി കാളനീരത വർണ്ണിനി കാളകണ്ഠ ആത്മജാതേ ശ്രീ ഭദ്രകാളി നമസ്തുതേ ദാരുകാദി മഹാദുഷ്ട മാനവോഘ നിഷൂധനെ ദീന രക്ഷണ രക്ഷേ ശ്രീ ഭദ്രകാളി നമസ്തുതേ ചരാചര ജഗന്നാഥേ ചന്ദ്ര സൂര്യാഗ്നി ലോചനെ ചാമുണ്ഡേ ഷണ്ഡമുണ്ഡേ ശ്രീ ഭദ്രകാളി നമസ്തുതേ മഹേശ്വര്യ പദേ ദേവി മഹാ ത്രിപുരസുന്ദരി മഹാവീരി മഹേഷി ശ്രീ ഭദ്രകാളി നമസ്തുതേ സർവ വ്യാധി പ്രശമനി സർവ മൃത്യു നിവാരിണി സർവ മന്ത്ര സ്വരൂപിണി ഭദ്രകാളി നമസ്തുതേ പുരുഷാർത്ഥ ദേവി പുണ്യ പുണ്യ ഫലപ്രദേ പരബ്രഹ്മ സ്വരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ ഭദ്രമൂർത്തേ ഭഗാരാധ്യേ ഭക്തസൗഭാഗ്യ ദായികേ ഭവ സങ്കട ആശേ ശ്രീ ഭദ്രകാളി നമസ്തുതേ നിഷ്കുലേ നിഷ്കളേ നിത്യേ നിരാമയേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമസ്തുതേ പഞ്ചമി പഞ്ചഭൂതൈഷി പഞ്ചസംക്ഷോഭ ധാരിണി പഞ്ചാശാൻ പീഠരൂപേ ശ്രീ ഭദ്രകാളി നമസ്തുതേ കർമ്മശാരണ്യ യാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭാവി വന്ദേ ശ്രീ ഭദ്രകാളി നമസ്തുതേ കാളികാളി മഹാകാളി ഭദ്രകാളി കാളിമല കാളിളമേ നമോ നമഃ. ഓം സർവമംഗള മംഗളേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ നാരായണി നമസ്തുതേ നാരായണി നമസ്തുതേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അമ്മയുടെ തൃപ്പാദത്തിൽ പൂവെല്ലാം നമ്മുടെ തൃപ്പാദത്തിലേക്ക് വിടുക. കലശത്തിൽ താഴെയിട്ട് 3 പ്രാവശ്യം തൊട്ടു കൊടുക്കുകയാണ്. 3 പ്രാവശ്യം അമ്മയോട് സമ്പത്തും സങ്കടങ്ങളൊക്കെ പറയുക. നിങ്ങൾ ഈ എന്താ പറയുക, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനിയുള്ള നാളുകൾ അമ്മയുടെ പരിപാലനത്താൽ ഞങ്ങളുടെ സർവ്വ ദുഃഖങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് ഭഗവതി
പൊതുകൊള്ളണമേ. അമ്മേ ഈശ്വരി ഭദ്രകാളി മഹാമായി. ഓം. എല്ലാവരും നീരാജനം കത്തിക്കുക. എല്ലാവരും കത്തിക്കുക കേട്ടോ. അത് രണ്ട് തിരിയണം. ആ രണ്ടത് ഒരുമിച്ച് കൂട്ടണം. ഒരുമിച്ച് കൂട്ടിയിട്ട് വേണം കത്തിക്കാൻ. രണ്ട് തിരി ഒരുമിച്ച് കൂട്ടി കത്തിക്കുക കേട്ടോ. കത്തിച്ച് അവിടെ വെക്കുക കേട്ടോ. എല്ലാവരും കത്തിച്ചിരിക്കുക. നീരാജനം കത്തിച്ച് വെച്ചില്ല എല്ലാവരും. ഇനി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മനസ്സുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നാട്, പേര്, വയസ്സ്, ജനിച്ച മാസം, നിങ്ങളെ വീട്ടിൽ പേര് ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും. പേര്, നാട്, വയസ്സ്, ജനിച്ച മലയാള മാസം, വീട്ടുപേര് ധ്യാനിച്ചോളൂ. എന്നിട്ട് മനസ്സിൽ പറയുക, ഞങ്ങളുടെ ഗൃഹത്തിലും ഗൃഹാദികളിലും നിലകൊള്ളുന്ന സർവ്വവിധ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടകന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കർമ്മഫലവും തന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആദ്യമേ ആദ്യമേ രുദ്രസുഹായ വിദ്മഹേ ശിവരാസ്തായ ധീമഹി തന്നഃ കാളി പ്രചോദയാത്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമോ നമഃ. ഈ രാജാ രണ്ട് കയ്യിൽ എടുക്കുക. ഇങ്ങനെ പിടിക്കുക. ഉള്ളം കയ്യിൽ പിടിക്കുക. രണ്ട് ഇതിൻ്റെ ഉള്ളം കയ്യിൽ പിടിക്കുക കേട്ടോ. എടുത്തിട്ട് ഉള്ളം കയ്യിൽ പിടിക്കുക കേട്ടോ. ഉള്ളം കയ്യിൽ പിടിക്കുക കേട്ടോ. പ്ലേറ്റോട് കൂടി ഇടുക. പ്ലേറ്റോട് കൂടി ഇടുക കേട്ടോ. പ്ലേറ്റോട് കൂടി ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഞാൻ തത്പരം ആരാധിക്കും, നിങ്ങളും ഇങ്ങനെ ആരാധിക്കണം കേട്ടോ. നിങ്ങളെ ഒഴിയുക. നീരാജനം കൊണ്ട് ഇങ്ങനെ 3 പ്രാവശ്യം കേട്ടോ. എന്നിട്ട് നീരാജനം ഇടത് കയ്യിലേക്ക് വയ്ക്കുക. ഇടത് കയ്യിലേക്ക് വയ്ക്കുക. നിങ്ങളടുത്ത് കുറച്ച് പൂവുണ്ടാവും. ആ പൂവിനെ ആ നീരാജനത്തിന് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക. ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് 3 പ്രാവശ്യം ഭഗവതിയുടെ തൃപ്പാദത്തിൽ ഇത് കേട്ടോ. ഇങ്ങനെ ഒഴിഞ്ഞ് എല്ലാവരും കേട്ടോ. എന്നിട്ട് ആ നീരാജനം 3 പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ശരീരത്തിലേക്ക് പിന്നെ നീരാജനം അരിയിൽ വെക്കുക. ഇനി അമ്മയെ പൂജിച്ച് പൂവിൽ നിന്നുകൊണ്ട് 2 കൈയിൽപ്പെട്ട പൂവ് അമ്മയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഇത്ര നേരം ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ പൂജ കൈക്കൊണ്ടുവന്നു. അറിഞ്ഞു അറിയാതെ ചെയ്തു പോയിട്ട് ഇടപെടലിന് പുറത്ത് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തരണമെന്ന് ഭഗവതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഇനി അമ്മ ശ്രീലകത്തേക്ക് മടങ്ങി ആരംഭിച്ചപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കും. ആ കലശത്തെ ഊർജ്ജത്തിന് 3 പ്രാവശ്യം ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ 3 പ്രാവശ്യം 2 പേര്. അത് ഇടത് കയ്യിൽ വലത് കയ്യിൽ പകർത്തുന്നു. ഇടത് കയ്യിലത്തെ പൂവ് വലത് കയ്യിൽ ഇട്ട് എന്നിട്ട് ആ കയ്യിനെ കമ്മെടുത്ത് ഇങ്ങനെ കമ്മെടുത്ത് മുകളിലേക്ക് എന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിക്കുക.
ഇങ്ങനെ പിടിച്ചിട്ട് 3 പ്രാവശ്യം കലശത്തിന് മുകളിൽ 3 പ്രാവശ്യം. 3ാമത്തെ പ്രാവശ്യം കൈ ഇങ്ങനെ എടുക്കുക. ഈ പൂവുണ്ടെങ്കിൽ 3 പ്രാവശ്യം ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ നീരാഞ്ജനം കരുതുമ്പോൾ നീരാഞ്ജനങ്ങളെ കരുതുക. കെട്ടി കൊടുക്കുക. പൂമേനക്കാരും മതി, എന്തായാലും പൂക്കാരും മതി കേട്ടോ. ഏതാണ്ട് എടുക്കുക. ഇത് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കലശത്തിന്റെ മുകളിലുള്ള ദർഭ മുകളിൽ നിന്ന് എടുക്കരുത്, എടുക്കാതെ മുകളിൽ എടുക്കാതെ കെട്ടഴിക്കും. ആ കലശത്തോട്ട് ആ ഇലകളോട് കൂടിയ നാളികേരം മുകളിലേക്ക് എടുക്കുന്നത്. ഇലയോട് കൂടി എല്ലാ ഇലകളും ഇലയും കൂടി എടുക്കുക കേട്ടോ. അത് നിലത്ത് വെക്കുക, നിലത്ത് വെക്കുക. ആ കസ്റ്റമർ ഇനി നിങ്ങൾ നേരിട്ട് ചുമതല ഒരു കഷ്ണം എടുക്കുന്ന സേവ് ചെയ്യുക. നേരിട്ട ചുമതല ഒരു സ്വല്പം എടുത്ത് സേവ് ചെയ്യുക. മുഴുവൻ സേവിക്കുമെങ്കിൽ നിങ്ങൾ സേവിച്ചോളൂ. ഇനി ആ നിങ്ങൾ കൊണ്ടുവന്ന കുപ്പി എടുത്തിട്ട് ആ തീർത്ഥം നിങ്ങളെ ഉപയോഗിക്കാറില്ല. ഇനി പൂജ കഴിഞ്ഞു നിങ്ങൾ തീർത്ഥം കുപ്പിയിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതേക്കാം.